നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ചിന്ത നമുക്ക് ഒന്നിച്ച് ധ്യാനിച്ച് പഠിച്ച് ഇന്നത്തെ ദൈവജന ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ. അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ മതി. 11-ാം അധ്യായം 1-ാം വാക്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതേക്കുറിച്ചാണ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പൗലോസിനെ കുറിച്ചാണ് നാം പറയുന്നത്. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് പൗലോസ് ആയി തീർന്ന ശൗലിനെ കുറിച്ചാണ്. തിരുവചനം എന്താണ് പൗലോസ് ആയി തീർന്ന ശൗലിനെ കുറിച്ച് പറയുന്നത്? അതാണ് ഇന്ന് പകൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 1-ാമത്തെ പദമാണ് നാം വായിച്ചു കേട്ട റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം വായിച്ചു കേട്ട വേദഭാഗം. സ്തോത്രം. എന്താണ് പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം? പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം ഉന്നതൻ എന്നാണ്. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം ഉന്നതൻ. ന്യായപ്രമാണം സംബന്ധിച്ചും പൗലോസ് നേടിയെടുത്ത ഗമാലിയലിന്റെ പാദപീഠത്തിൽ നേടിയെടുത്ത വിദ്യാസമ്പന്നത സംബന്ധിച്ചും കപ്പലിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും എല്ലാ തരത്തിലും അവരുന്നതൻ തന്നെയായിരുന്നു. എന്നാൽ പൗലോസ് എന്ന പദത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നു. സ്തോത്രം. നിങ്ങളിൽ ആരാണോ ചെറിയവൻ അവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ തിരുവചനത്തിനകത്ത് പുതിയ നിയമത്തിൽ യേശുവിന്റെ ഉപമകൾ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ചെറിയവരെയാണ് കർത്താവിന് ആവശ്യം, ഉന്നതന്മാരെയല്ല. ദൈവത്തിന് ആവശ്യം എല്ലാം ഉള്ളവരെയല്ല, ഒന്നുമില്ലാത്തവരെയായിരുന്നു ദൈവത്തിന് ആവശ്യം. അവരെയാണ് യേശു തൊട്ടത്, യേശു സൗഖ്യമാക്കിയത്. ഇവിടെ പൗലോസ് ചെറിയവൻ എന്ന് പറയാൻ കാരണം പൗലോസിന്റെ ലേഖനങ്ങളിൽ പറയുന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഇപ്പോഴാരാണ് ദൈവരാജ്യത്തിൽ ചെറിയവനാണ്. പൗലോസ് പറയുന്നു, ഈ കൃപയുടെ പ്രമാണത്തിലേക്ക് വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. ആ ഭാഗത്തേക്കൊക്കെ നാം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പം അതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളെക്കാളൊക്കെ ഏറ്റവും ചെറിയവനാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യരുടെ മുമ്പിൽ ഉന്നതരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ചെറിയവരാകുവാൻ പഠിച്ചാൽ, നിങ്ങൾ ചെറിയവരാകുവാൻ ആഗ്രഹിച്ചാൽ നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിൽ നിങ്ങൾ വലിയവരായിത്തീരും. എല്ലാം ഉള്ളവരെക്കാൾ കുറവുള്ളവരായി തീർന്നാൽ ദൈവരാജ്യത്തിൽ എല്ലാം ഉള്ളവനായിത്തീരും. ഇന്ന് പകലിൽ മറന്നു പോകരുത്, തിരുവചനത്തിനകത്ത് നാം വായിച്ച വേദഭാഗം. ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം ഉന്നതനെന്നും പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവനെന്നും. നാം വായിച്ച റോമാലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ. അപ്പൊ ഒന്ന്, പൗലോസിന്റെ അർത്ഥം മനസ്സിലായി. 2,
പൗലോസ് ശൗല് ആരാണ്? ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗല്, സ്തോത്രം, തന്റെ ഗോത്രം അവിടെ വെളിപ്പെടുത്തുകയാണ്. അടുത്തത് ശൗലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ആയി തീർന്ന ശൗൽ ആരാണ്, എന്താണ് എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ വായിക്കാമോ? പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ. സഹസ്രാധിപൻ വന്ന് നീ റോമാ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതെ എന്നവൻ ഉത്തരം പറഞ്ഞു. മറ്റൊരു അധ്യായം 16-ാം അധ്യായം 37-ാമത്തെ വാക്യം. 16-ാം അധ്യായം 37-ാമത്തെ വാക്യം. പൗലോസ് അവരോട് റോമാ പൗരന്മാരായ ഞങ്ങളെ അവൻ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ. അപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകട്ടെ. മതി. അപ്പം 16-ാം അധ്യായം 37-ാം വാക്യത്തിലും പൗലോസ് തന്റെ വാമൊഴിയാൽ പറയുന്നു, ഞാൻ റോമാ പൗരനാണെന്ന്. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് സഹസ്രാധിപൻ വന്നിട്ട് ചോദിക്കുന്നു, നീ റോമാ പൗരൻ തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അതെ, ഞാൻ റോമാ പൗരൻ തന്നെയാ. 22, 27, 28 വാക്യങ്ങൾ വായിച്ചപ്പോ 29-ാമത്തെ വാക്യത്തിൽ സഹസ്രാധിപൻ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചത്. അപ്പോൾ പൗലോസ് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ മുതൽ കൊടുക്കാൻ പോയിട്ടില്ല, ഞാൻ ജനിച്ചതേ ഈ പൗരത്വത്തിന്റെ കീഴിലാണ്. അപ്പൊ ഒന്ന്, അവൻ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. 2, അവൻ റോമാ പൗരനായിരുന്നു. ഇന്ന് പകലിൽ നമ്മളുടെ പൗരത്വം എവിടെയാണെന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഇത് ശൗലിന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പൗരത്വം എവിടെയാണ്? നശിച്ചു പോകുന്ന ഈ ഭൂമിയിലാണോ നമ്മുടെ പൗരത്വം? അതോ സ്ഥിരമായി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിലാണോ നമ്മുടെ പൗരത്വം? ഇന്ന് പകലിൽ നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നശിച്ചു പോകുന്ന ഈ പാർപ്പിടത്തിലാണ് നമ്മുടെ പൗരത്വമെങ്കിൽ കാര്യമില്ല. നശിക്കാത്തതായ ഒരിടത്ത് നമുക്ക് പൗരത്വം ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനങ്ങൾ പറയുന്നത്, നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ. സ്തോത്രം. അപ്പൊ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത്, സ്വർഗീയമായത്. നമുക്ക് ഒരു പൗരത്വം വേണം, അത് സ്വർഗത്തിന്റെ ഒരു പൗരത്വമാണ്, സ്വർഗീയന്മാരെന്ന പൗരത്വമാണ്. ഈ ലോകത്തിൽ നമ്മൾ എവിടെയൊക്കെ പൗരന്മാരാന്ന് പറഞ്ഞാലും, എവിടെയെല്ലാം പോയി പൗരത്വം എടുത്താലും, അല്ലെങ്കിൽ ഏതൊക്കെ നല്ല രാജ്യങ്ങളിൽ പോയി, അല്ലെങ്കിൽ സമ്പന്നതയുള്ളിടത്ത് പോയി, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും മാന്യമായ ഇടങ്ങളിൽ പോയി നമ്മൾ പൗരത്വം എടുത്തെന്ന് പറഞ്ഞാലും, സ്വർഗത്തിൽ നിനക്കൊരു പൗരത്വം ഇല്ലെങ്കിൽ ഇവിടെ നീ എടുക്കുന്ന സകല പൗരത്വങ്ങളും കാര്യമില്ലാത്ത കാര്യമാണ്. സ്വർഗീയ പൗരത്വമാണ് എല്ലാത്തിനും മേലായ പൗരത്വം. അവിടെ നമുക്കൊരു പൗരത്വം ഉണ്ടായിരിക്കണം. നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിൽ. അതെ, നമുക്കൊരു പൗരത്വം സ്വർഗത്തിൽ അനിവാര്യമാണ്. എന്തിനാണെന്നറിയാമോ? വാസസ്ഥലം ഒരുക്കാൻ പോയവൻ താൻ വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം താൻ ഇരിക്കുന്ന ഇടമായ ആമേൻ സ്തോത്രം അവിടെ നമ്മയും വന്ന് തിരികെ ചേർക്കേണ്ടതിന് നമുക്ക് സ്വർഗീയനെ പോലെ ആകുവാൻ ഒരു സ്വർഗീയ പൗരത്വം അനിവാര്യമാണ്. പൗലോസ് പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. അപ്പോഴാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഹേയ് മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഹേയ് മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നത്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന ശരീരം പിന്നീട് ഈ ഭൂമിക്ക് അവകാശമുള്ളതല്ല. അത് ഒരുവന്റെ രക്തത്താൽ അവൻ സ്വർഗീയ പൗരന്മാരാക്കിയിരിക്കുന്നത് കൊണ്ട് ആ പൗരത്വത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെ സൃഷ്ടിച്ച തന്റെ സൃഷ്ടാവിലേക്ക് അത് മടങ്ങിപ്പോകാൻ ഇടയായിത്തീരും. മറന്നു പോകരുത്.
പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ വന്നു. 8-ന്റെ ഒന്നുകൂടെ വായിച്ച്. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പം ബെന്യാമിൻ ഗോത്രക്കാരനാണ്, റോമ പൗരനുമാണ്, പക്ഷേ ക്രിസ്തു വിരോധിയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം ആദിമ കാലഘട്ടത്തിലെ സഭയുടെ 35 വർഷത്തെ ചരിത്രമാണ് പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്. ആ 35 വർഷത്തെ ചരിത്രത്തിനകത്താണ് ശൗൽ എന്ന വ്യക്തി കടന്നു വരുന്നത്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അധികാരപത്രം വാങ്ങിക്കാൻ കടന്നു വരുന്നു. അവിടെ വെച്ച് ദൈവം അവനെ തൊടുന്നു. അവന്റെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകുന്നു. അപ്പോസ്തലന്മാർ അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ബർന്നബാസ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവന്റെ സാക്ഷ്യം കേട്ടിട്ട് അവനെ അവർ ചേർത്ത് പിടിക്കുന്നു. പലയിടങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്നവൻ, ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവങ്ങൾ സഹിച്ചവൻ, പ്രാർത്ഥിക്കുന്ന അനനിയാസിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി ശൗലിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ കാഴ്ച പ്രാപിച്ചവൻ. അപ്പൊ മറന്നു പോകരുത്, ക്രിസ്തു വിരോധിയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം തുടങ്ങി, കാത്തിരിപ്പ് കഴിഞ്ഞു, കാത്തിരിപ്പിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ആത്മപകർച്ച നടന്നു. ആത്മപകർച്ചയ്ക്ക് ശേഷം പ്രസംഗവും രക്ഷിക്കപ്പെടലുകളും നടന്നു. അതിനുശേഷം അത്ഭുതങ്ങൾ ശിഷ്യന്മാരിലൂടെ ആരംഭിച്ചു. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് ശൗലിന്റെ കടന്നുവരവ്. അത് സഭയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളവാക്കി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. സഭ എവിടെയെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഭ എവിടെയെങ്കിലും ശൂന്യമാക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവദാസന്മാർക്കെതിരെ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തകർന്നു പോകാനല്ല, 7 മടങ്ങ് ശക്തിയോടെ ദൈവത്തിന് അവരെ പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുള്ളത് കൊണ്ടാണ്. 7 മടങ്ങ് ശക്തിയോടെ അവൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ അവൻ പ്രവർത്തന സ്ഥലങ്ങൾ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയാണ്. അവൻ അതുകൊണ്ട് മറന്നു പോകരുത്. ഇവിടെ അവൻ സഭയ്ക്കെതിരെ പീഡനങ്ങൾ വന്നപ്പോൾ, അവൻ ദൈവദാസന്മാർക്കെതിരെ ഉപദ്രവങ്ങൾ നേരിട്ടപ്പോൾ സഭ അടച്ചുപൂട്ടിയില്ല, അവൻ പരിപാടികൾ നിർത്തിയില്ല. വചനവുമായി അവർ പുറത്തിറങ്ങി സത്യസുവിശേഷം സത്യത്തോടെ വിളിച്ചു പറഞ്ഞു. ജനം കൂട്ടത്തോടെ മാനസാന്തരപ്പെടാൻ ഇടയായി തീർന്നു. എവിടെയാണ് സഭ വർദ്ധിക്കുന്നത്? എവിടെയാണ് സഭ പെരുകുന്നത്? എവിടെയാണ് സഭ പുറത്തു വരുന്നത്? എവിടെയാണ് സഭ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അസാധാരണമായ വളർച്ചയിലേക്ക് ആമേൻ കൊണ്ടുപോകുന്നത്? ഒറ്റ കാര്യത്തിലാണ്. എവിടെ സഭയ്ക്ക് ഉപദ്രവം നേരിടുന്നോ അവിടെ സഭ അസാധാരണമായി തഴയ്ക്കും. എവിടെ സഭയ്ക്ക് ആമേൻ ശൂന്യത നേരിടുന്നോ അവിടെ സഭ അസാധാരണമായി വളരും. എവിടെ സഭയ്ക്കകത്ത് പീഡനം അഴിച്ചുവിടുന്നോ അവിടെ അനേകം സഭകൾ ഉടലെടുക്കും. അതുകൊണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആമേൻ ഹല്ലേലൂയ ശത്രു അയച്ചു വിടുമ്പോൾ പൂട്ടിക്കെട്ടിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല, ഇത് പൂട്ടിക്കെട്ടുന്നതല്ല, ആയിരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആത്മാധികാരവും ആത്മാഭിഷേകവും പ്രാപിച്ചുകൊണ്ട് അഭിഷക്തന്മാർ പുറത്തു വരുന്ന സഭകൾ ഉടലെടുക്കുന്ന ഒരാത്മീക ചലനമാണ്. നമ്മൾ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരൻ, റോമാ പൗരൻ, അടുത്തത് ക്രിസ്തു വിരോധി. ക്രിസ്തുവിനും അവന്റെ ശിഷ്യന്മാർക്കും സഭകൾക്കുമെതിരെ പടപൊരുതിയവൻ. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കെതിരെ പടപൊരുതുന്നത് ആർക്കെതിരെയാണ്? സഭയ്ക്കെതിരെ പടപൊരുതുന്നത് ആർക്കെതിരെയാണ്? ശൗലേ, നീ പടപൊരുതിയത് ശിഷ്യന്മാർക്കെതിരെയല്ല, നീ പടപൊരുതിയത് സഭകൾക്കെതിരെയല്ല, നീ പടപൊരുതിയത് ക്രിസ്ത്യാനികൾക്കെതിരെയല്ല,
നീ പടപൊരുതിയത് ദൈവത്തോടാണ്. അതുകൊണ്ടാണ് നിലത്ത് വീണ് കിടക്കുമ്പോൾ സ്വർഗം ചോദിക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? എങ്ങനെയാണ് ഉപദ്രവിച്ചത്? സഭയെ ഉപദ്രവിച്ചത്, ശിഷ്യന്മാരെ ഉപദ്രവിച്ചത്, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്. നീ അവരെ അല്ല, എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്തിന് നീ എന്നെ ഉപദ്രവിക്കുന്നു? ഇന്ന് രാത്രി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ പിടിച്ചു പുറത്തെടുക്കാൻ പോകുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്തെ പകരുവാൻ വേണ്ടി ദൈവം ചിലരെ പുറത്തെടുക്കാൻ പോകുകയാണ്. അപകടകാരികളായ ചിലതിനെ, പിന്മാറ്റക്കാരായ ചിലതിനെ, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഈ മാർഗത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ ദൈവം എടുത്ത് പുറപ്പെടാൻ പോകുകയാണ്. ഒരാത്മാവിന്റെ അഗ്നി അവരിൽ കത്തിക്കാൻ വേണ്ടി, അവരിലൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് വിശ്വസിക്കാം. അപ്പം പൗലോസ് ക്രിസ്തു വിരോധിയായിരുന്നു. അടുത്ത പദത്തിലേക്ക് പോകാം. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 1 തിമോഥെയോസ് 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 8-9 അധ്യായങ്ങളിൽ സഭയെ പീഡിപ്പിക്കുന്നവരെന്ന ലേബലിലൂടെ ശൗലിനെ അറിയപ്പെടുമ്പോൾ, അത് കഴിഞ്ഞ് ചില അധ്യായങ്ങൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഈ സാക്ഷ്യം വെളിപ്പെടുകയാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അത് എഴുതിയെങ്കിലും ചില അധ്യായങ്ങൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഈ സാക്ഷ്യം അവിടെ യാഥാർത്ഥ്യമാകുക. എന്താണ് പറയുന്ന സാക്ഷ്യം? എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവരെ സ്തുതിക്കുന്നു. അപ്പൊ ശുശ്രൂഷയ്ക്കാക്കുന്നത് ആരാണ്? സഭയല്ല, സംഘടനകളല്ല, ആമേൻ, സ്തോത്രം, മറ്റൊന്നുമല്ല, മറിച്ച് ആമേൻ, സ്തോത്രം, വിശ്വസ്തനെന്ന് ശുശ്രൂഷയ്ക്കാക്കുന്നത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരുവനെ അപ്പോയിന്റ് ചെയ്താൽ അതിനകത്ത് തെറ്റുപറ്റത്തില്ല. പൗലോസ്, നിന്നെ ദൈവമാണ് അപ്പോയിന്റ് ചെയ്തതെങ്കിൽ നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. നീ പകുതി വഴിക്ക് വെച്ചിട്ടേച്ചു പോകത്തില്ല. ഈ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ കഠിനമാകുമ്പോൾ മതിനാഥ എന്ന് പറഞ്ഞ് പോകത്തില്ല. കാരണം നിന്നെ അപ്പോയിന്റ് ചെയ്തത് സഭയല്ല. അതുകൊണ്ട് നിന്നെ അപ്പോയിന്റ് ചെയ്തത് ദൈവമാണ്. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നീ പറയും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ശ്വാസം കാത്തു. വെറുതെ ഇരുന്നാൽ ഓട്ടം തികയ്ക്കാൻ പറ്റില്ല. വെറുതെ ഇരുന്നാൽ ഓടാൻ കഴിയത്തില്ല. വെറുതെ ഇരുന്നാൽ വിശ്വാസം തികയ്ക്കാൻ പറ്റത്തില്ല. നല്ല പോർ പൊരുതണമെങ്കിൽ, ഓട്ടം തികയ്ക്കണമെങ്കിൽ, വിശ്വാസം കാക്കണമെങ്കിൽ ആമൻ വെറുതെ ഇരുന്നതുകൊണ്ടല്ല, ഇറങ്ങി പ്രവർത്തിച്ചാലേ മതിയാകത്തുള്ളൂ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തു വിരോധിയായവൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രിസ്തു അവനെ വിളിച്ചിറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെതിരെ നിന്നവനെ ക്രിസ്തു തന്നെ വിളിച്ചിറക്കുകയാ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അനനിയാസിനോട് സ്വർഗം പറയുന്ന ചില ദൂതുകളുണ്ട്. നീ പോയി നേർവീതി എന്ന തെരുവിൽ ചെല്ലുക. ആമേൻ, ഹല്ലേലൂയ. അവിടെ യൂദയുടെ വീട് ചോദിക്കുക. അവിടെ ചെന്ന് തർസോസുകാരനായ ഒരു ശൗൽ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഹല്ലേലൂയ. അവന്റെ മുറിക്കകത്ത് കയറുക. അവനോട് നീ പറയണം, നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശുവിനെ അയച്ചിരിക്കുന്നു. നിന്റെ തലമേൽ കൈവച്ച് നീ കാഴ്ച പ്രാപിപ്പാൻ ദൈവമനെ അയച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ നീ പുറത്തു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ ചെന്ന് ശൗലിന്റെ മുമ്പിലുള്ള ഇൻട്രൊഡക്ഷൻ അതാണ്. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്.
ഇതുവരെ അവൻ എന്നെ ഉപദ്രവിച്ചു, എന്നാൽ ഇനി അവൻ എനിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കാൻ പോകുകയാണ്. ഇതുവരെ എന്റെ ആലയം അവൻ പൊട്ടിച്ചു, എന്നാൽ അവന്റെ കരത്തിലൂടെ തന്നെ അനേകം ആലയങ്ങളെ ഞാൻ ഉടലെടുപ്പിക്കാൻ പോകുകയാ. ഇതുവരെ അനേകരെ അവൻ ബന്ധിച്ചു, അനേകരെ അവൻ തകർത്ത് മുറിവേൽപ്പിച്ചു, എന്നാൽ എനിക്ക് വേണ്ടി അവൻ കാരാഗ്രഹവാസം ചെയ്യാൻ പോകുകയാ. എനിക്ക് വേണ്ടി അവൻ രക്തസാക്ഷിയാകാൻ പോകുകയാ. അതുകൊണ്ട് മറന്നു പോകരുത്, അവൻ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ പൗലോസ് പറയുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ദൈവം, ഞാൻ വിശ്വസ്തനെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട് ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി ഇറക്കിയിരിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ ബെന്യാമിൻ ഗോത്രക്കാരൻ, റോമാ പൗരൻ, ക്രിസ്തു വിരോധി, അടുത്ത പദം ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടത്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം, 17, 18 വാക്യങ്ങൾ വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 9, 17, 18. അങ്ങനെ അനനിയാസ് അവിടെ ചെന്നു, ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച്, കണ്ടോ, കാഴ്ച പ്രാപിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എന്നെ വിട്ടത്, കാഴ്ച പ്രാപിച്ചിട്ട് നീ പരിശുദ്ധാത്മാപൂർണനായി തീരേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പം ഞാൻ വന്നത് ശൗലേ കൈവച്ച് കാഴ്ച തരാനല്ല. കാഴ്ച തരുന്നത് ഒന്നാണെങ്കിൽ, രണ്ടാമത് പരിശുദ്ധാത്മാവിനാൽ നീ പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. കാഴ്ച തന്നിട്ട് പോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നെ പരിശുദ്ധാത്മാ പൂർണ്ണനാക്കാൻ വേണ്ടിയാ വന്നത്. നിന്റെ ഓട്ടം ബഹുദൂരമുണ്ടെങ്കിൽ, നിനക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചത് ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യം നിനക്കുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടുന്ന ഒന്നാണ് പരിശുദ്ധാത്മ പൂർണ്ണത. ശൗലിനോട് പറയാം, നീ പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന്, അതെ, നീ പരിശുദ്ധാത്മാ പൂർണ്ണനാകണം. എങ്കിൽ മാത്രമേ ദൈവിക ശുശ്രൂഷ ദൈവത്തിന് നിന്നിലൂടെ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതികൾ നിന്നിലൂടെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആലോചനകൾ നിന്നിലൂടെ സഭയ്ക്ക് കൈമാറാൻ കഴിയത്തുള്ളൂ. കാരാഗ്രഹത്തിൽ കിടന്നാലും എനിക്ക് സഭയോട് സംസാരിക്കാൻ നിന്നിലൂടെ കഴിയണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ നീ പരിശുദ്ധാത്മാ പൂർണ്ണനാകണം. പരിശുദ്ധാത്മാ പൂർണ്ണനാകാത്തിടത്തോളം കാലം എന്റെ ശബ്ദം നിനക്ക് കേൾക്കാനായി സാധിക്കുകയില്ല. ദൈവനിയോഗത്തിന് വേണ്ടി സഭയെ ഒരുക്കാൻ കഴിയത്തില്ല. കാരാഗ്രഹത്തിൽ കിടന്നാലും വെറുവെറുപ്പ് കൂടാതെ സഭയ്ക്ക് എഴുതണമെങ്കിൽ നീ ആത്മപൂർണ്ണനായിരിക്കണം. ആത്മാവ് നിന്നെ നയിച്ചിരിക്കണം. ആത്മാവ് നിന്നോട് സംസാരിച്ചിരിക്കണം. ആത്മാവ് നിന്നോട് ഇടപെട്ടിരിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാ പൂർണ്ണരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ശൗലേ, ദൈവമാണ് ഈ തെരുവും ഈ വീടും പറഞ്ഞു തന്നെ പറഞ്ഞു വിട്ടത്. നിനക്കൊരു കാഴ്ച തരാൻ വേണ്ടി മാത്രമല്ല, ഈ ശുശ്രൂഷയുടെ തലത്തിൽ നീ ശോഭിക്കുവാൻ, നീ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൂർണ്ണനായി വരുവാൻ ഒരു കൈവപ്പ് നിന്റെ മേൽ പകരാൻ, നിന്നെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായി തീർന്നാൽ ദൈവം തന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തും.
നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായി തീരുക, പരിശുദ്ധാത്മ നിറവുള്ളവരായി തീരുക. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാമോ? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പത്രോസിന് പരിചരണക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ, പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രഹമികളുടെ ഇടയിൽ സുവിശേഷ ഘോഷണം എനിക്ക് അഗ്രഹർമ്മികളുടെ ഇടയിൽ സുവിശേഷഘോഷണം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്ന് സ്തോത്രം. എന്നെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് പൗലോസ് ഉറപ്പിക്കുകയാണ്. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ, റോമാ പൗരൻ, ക്രിസ്തു വിരോധി, ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാ നിറവുള്ളവൻ. അടുത്ത പദം എന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്നുള്ളതാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആ വിളിയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതും അനിവാര്യമാണ്. ദൈവം വിളിച്ച വിളിയാണോ, ദൈവം വിളിക്കാത്ത വിളിയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ വിളിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യന്റെ വിളിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ദൈവത്തിന്റെ വിളിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകൾ സഫലമായി തീരും. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, വഴികൾ അടയപ്പെടുന്നെങ്കിൽ, ശുശ്രൂഷയുടെ തലങ്ങൾ അടയുന്നെങ്കിൽ ആർക്കോ വേണ്ടിയാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്? ശുശ്രൂഷ ദൈവത്തിൻ്റെതെങ്കിൽ വിളിച്ചവൻ ദൈവം തന്നെയാണ്. വിളിക്കാതെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. വിളി ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വാളെടുത്തവരെല്ലാവരും ശുശ്രൂഷക്കാരല്ല. സ്തോത്രം. വിളിച്ചവർ മാത്രമാണ് ശുശ്രൂഷക്കാർ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ലേഖനത്തിൽ പറയും, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. അപ്പം വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ വിളിച്ച വിളിയിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദൈവം വിളിച്ച വിളിയിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശുശ്രൂഷ വെളിപ്പെട്ട് വരുന്നില്ല. ദൈവം വിളിച്ച വിളിയിലല്ല നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ശോഭിക്കില്ല. മടങ്ങി വരിക ദൈവത്തിന്റെ വിളിയിലേക്ക്. പലരും ചെയ്യുന്നത് അവരെ വിളിച്ച വിളിയല്ല, മറ്റുള്ളവരെ വിളിച്ച വിളിക്കകത്താണ് അവർ കിടന്ന് വേല ചെയ്യുന്നത്. മറ്റാരെയോ വിളിച്ചതിന്റെ ബാക്കിയാണ് പലരും ചെയ്യുന്നത്. മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് വേല ചെയ്യുന്നത്. അത് വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ഫലം കായ്ക്കുന്നവരായി തീർന്നാൽ. പൗലോസിനെ വിളിച്ച വിളി എന്താണെന്നറിയാമോ? നാം വായിച്ച വേദഭാഗത്തിലുണ്ട്. ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് പൗലോസിനെ സ്വർഗം വിളിച്ചത്. ജാതികളുടെ അപ്പോസ്തലൻ.
കേട്ടോ, ഇവിടെ 3-4 കൂട്ടം പേരുടെ പേരുകൾ പറയുന്നുണ്ട്. പത്രോസ്, കേഫാവ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരുടെ പേരുകൾ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അവസാനം പറയും ബർന്നബാസിനെയും എന്നെയും എന്ത് വിളിക്ക് വേണ്ടി? ജാതികളുടെ അപ്പോസ്തലനായി വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക്. കണ്ടോ, പൗലോസേ ശുശ്രൂഷ ഇത്ര ശോഭിപ്പാൻ കാരണം എന്താ? നീ യേശുവിന്റെ ശിഷ്യനായിരുന്നോ? അല്ല. പത്രോസിനോട് ചോദിച്ചാൽ ഒരു ദിവസം പത്രോസ് പറഞ്ഞ ഞാൻ ക്രിസ്തു ശിഷ്യനായതുകൊണ്ടാണ്. ഓക്കെ. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും മണിക മുറിക്കകത്ത് പകർച്ച സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ. ഓക്കെ. യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറഞ്ഞ ഞാൻ മാർഗോട് ചേർന്ന് കിടന്നുകൊണ്ടാണ്. ഓക്കെ. പൗലോസൻ, നിനക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ശുശ്രൂഷ തലങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നത്? നീ ക്രിസ്തുശിഷ്യനാണോ? അല്ല. നീ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ക്രിസ്തുവിന്റെ സമകാലീനായിരുന്നു, കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ് പത്രോസും യാക്കോബും യോഹന്നാനും കേഫാവും ഒക്കെ ശോഭിക്കുന്നതിനേക്കാൾ അധികമായി നീ പുതിയ നിയമസഭയ്ക്ക് കരുത്തനായ ഒരു അപ്പോസ്തലനായി മാറിയത്? പൗലോസ് ഒറ്റ കാര്യം പറയും, ഞാൻ കരുത്തനാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ ശക്തനാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, എന്റെ ശുശ്രൂഷ വിജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, പൗലോസിന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് വിളിക്കകത്തു നിന്നു. യേശുവിന്റെ ശിഷ്യന്മാരുമായി പൗലോസിന് നല്ല ബന്ധമുണ്ടെങ്കിലും പത്രോസിന്റെയോ യാക്കോബിന്റെയോ യോഹന്നാന്റെയോ ബർന്നബാസിന്റെയോ ഒന്നും ശുശ്രൂഷ പൗലോസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പൗലോസ് പറയുക, എന്നെ വിളിച്ച വിളിയിൽ പത്രോസിന്റെ വിളിയല്ല എനിക്കുള്ളത്, യാക്കോബിന്റെ വിളിയല്ല എനിക്കുള്ളത്, കേഫാവിന്റെ വിളിയല്ല എനിക്കുള്ളത്, യോഹന്നാന്റെ വിളിയല്ല എനിക്കുള്ളത്. എന്നെ വിളിച്ച വിളിയിൽ ഞാൻ ഉറപ്പോടെ നിൽക്കുമ്പോഴേ മാത്രമേ എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇന്ന് പകൽ നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ ഉറപ്പോടെ നിൽക്കുക. നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ നിന്നെങ്കിലേ നിങ്ങളുടെ ശുശ്രൂഷ വെളിപ്പെട്ട് വരുത്തുള്ളൂ. നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ നിന്നെങ്കിലേ നിങ്ങളിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കാൻ, ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. അവരെയും ഇവരെയും കൂട്ടുപിടിച്ച് വിളി മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിളിക്കകത്ത് കയറി ആ ശുശ്രൂഷ ചെയ്യാൻ പോയാൽ മനുഷ്യന്റെ വേലക്കാരനായി തീരുക മാത്രമേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കൂ. ശുശ്രൂഷ ശോഭിക്കയില്ല. ശുശ്രൂഷ ശോഭിക്കണോ? ഒറ്റ കാര്യം, വിളിച്ച വിളിയിൽ നിൽക്കുക. തിമോഥെയോസിനെ പൗലോസ് പഠിപ്പിച്ചത് മതി, അത് തന്നെയാണ്. വിളിച്ച വിളിയിൽ ഉറപ്പുള്ളവരായി. അപ്പം പൗലോസ് പറയുക, എന്നെ വിളിച്ചിരിക്കുന്നത് റവാസിനെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്. ഞങ്ങൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. സ്തോത്രം. ജാതികളുടെ അപ്പോസ്തലനായി വിളിച്ച പൗലോസേ, നീ പത്രോസിന്റെ റൂമാലും കണ്ട് പുറകിപ്പോയ ശുശ്രൂഷ വെളിപ്പെടുവോ? ജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസേ, നീ യേശുവിന്റെ ശിഷ്യന്മാരുടെ പുറകെ പോയാൽ നിന്റെ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുമോ? സഭകൾ സ്ഥാപിക്കാൻ കഴിയുമോ? ഒരു തിമോഥെയോസിന് ജന്മം കൊടുക്കാൻ കഴിയുമോ? വിളിച്ച വിളിയിൽ ഉറപ്പുള്ളവരായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുകയും അപ്പോഴേ നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ശോഭിക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് എന്റെ വിളി ഉറപ്പാക്കുകയാണ്. എന്നെ വിളിച്ചിരിക്കുന്നത് ജാതികളുടെ അപ്പോസ്തലനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. റോമാലേഖനം 1-ാം വാക്യം വായിച്ച്. റോമാലേഖനം 1-ാം വാക്യം. സുവിശേഷത്തെക്കുറിച്ച്
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവരും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. Praise the Lord. പൗലോസ് പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യേശുക്രിസ്തു പറയുന്ന ഒരു പദമുണ്ട്, പരിശുദ്ധന്മാരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാൻ നാണിച്ചാൽ ദൈവദൂതന്മാരുടെ മുമ്പിലും നിന്നെ ഏറ്റു പറയാൻ ഞാൻ നാണിക്കും. മനുഷ്യപുത്രന്മാരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാൻ ലജ്ജിക്കാതെ ഇരുന്നാൽ ദൈവദൂതന്മാരുടെ നടുവിലും ധൈര്യത്തോടെ നിന്നെ ഞാൻ ഏറ്റു പറയും. പൗലോസ് പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനത്തിലെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, വിളിക്കണ്ടായിരുന്നെന്നോ വന്നത് തെറ്റായി പോയെന്നോ അബദ്ധമായി പോയെന്നോ ഗമാലിയലാണ് നല്ലതെന്നോ പ്രമാണങ്ങളായിരുന്നു നല്ലതെന്നോ തിരികെ പോയാൽ കൊള്ളാമായിരുന്നോ എന്നൊന്നുമല്ല. പൗലോസ് ഒരു ഭാഗ്യത്തോടെ പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ പ്രാപിക്കാത്തതാണ് എന്റെ മേൽ കഴിഞ്ഞ ചില നാളുകളായി സ്വർഗം പകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചു പോയതല്ല, എന്നെ തേടി വന്നതാ. ഞാൻ ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആ യുദ്ധത്തിനൊരു വിരാമം കുറിച്ചുകൊണ്ട് ക്രിസ്തു എന്റെ മേൽ ജയമെടുത്തു. ഇതുവരെ നിന്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിന്റെയും ജഡത്തിന്റെയും ലോകത്തിന്റെയും പ്രമാണം തോറ്റ് ക്രിസ്തു നിന്റെ മേൽ ജയമെടുക്കുമ്പോൾ നീ ഒരു ക്രിസ്തു ഭക്തനായിത്തീരും. അന്ന് നീ പറയും, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം വിചിച്ചിയല്ല, ലജ്ജിക്കാതെ പറയേണ്ട കാര്യമാണ് സുവിശേഷം. സുവിശേഷം ലജ്ജിക്കുന്നതല്ല, ലജ്ജിച്ചു പോയ നിന്റെ ലജ്ജയെ മാറ്റുന്നതാണ് സുവിശേഷം. പിന്നെന്തിനാ നീ സുവിശേഷം പറയാൻ ലജ്ജിക്കേണ്ടത്? തലകുലിച്ചു പരാജയപ്പെട്ടു പോയതിന്റെ പരാജയത്തെ മാറ്റിയതാണ് സുവിശേഷം. ലജ്ജിച്ച നിന്റെ ലജ്ജയെ മാറ്റിയതാണ് സുവിശേഷം. നിന്ദിക്കപ്പെട്ട നിന്റെ നിന്ദയുടെ കല്ലിനെ ഉരുട്ടി മാറ്റിയതാണ് സുവിശേഷം. തകർന്നു പോയതിന്റെ പണിതെടുത്ത് പുറത്തെടുത്തതാണ് സുവിശേഷം. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ആയതല്ല, ആകാൻ ദൈവം പ്രാപ്തി തന്നതാ സുവിശേഷം. അപ്പൊ ലജ്ജിക്കണോ? സുവിശേഷം നിന്റെ ജീവിതത്തിന്റെ ലജ്ജ മാറ്റിയപ്പോ സുവിശേഷം പറയാൻ നിനക്ക് ലജ്ജയും. ഇവിടെ പൗലോസ് പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവരും ആര് വിശ്വസിച്ചാലും, അത് യവനനായിക്കോട്ടെ യഹൂദനായിക്കോട്ടെ, ആര് വിശ്വസിച്ചാലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലാത്തതുകൊണ്ട് ആരോട് ഞാൻ പറയും. ആര് വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നില്ലയോ എന്നുള്ളതല്ല, ആരോട് ഞാൻ പറയും. വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയായി പരിണമിക്കും. വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയായി പരിണമിക്കും. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിപ്പാൻ സംഗതി ആകില്ല. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ച്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നത്. കണ്ടോ, പൗലോസിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ് അവിടെ പറയുന്നത്.
മുഴുവനായി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവനാണ് പൗലോസ്. ആരെങ്കിലും പറഞ്ഞത് കേട്ടതോ, ആരെങ്കിലും ഉപദേശിച്ചതോ, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടോ അല്ല, മറിച്ച് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവരാ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്ന് പറഞ്ഞവരാ. പ്രിയരെ, സമ്പൂർണമായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ അകത്തു നിന്നും സുവിശേഷത്തിന്റെ കെടാത്ത ബീജം പുറത്തു വരുന്നത്. അപ്പോഴാണ് ആത്മാവിൽ തലമുറകൾക്ക് ജന്മം നൽകാൻ കഴിയുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. നമ്മുടെ അകത്തളങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണം വെളിപ്പെടുമ്പോഴാണ് സുവിശേഷത്തിന്റെ കെടാത്ത ബീജം പുറത്തു വരുന്നത്. അപ്പോഴാണ് തലമുറകൾക്ക്, ആത്മാവിൽ തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്നത്. ഇന്നു പകൽ ആത്മാവിൽ ചിലതിനെ ജനിപ്പിക്കാൻ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് നീ തയ്യാറാകണം. ആത്മാവിൽ ചിലതിനെ പുറത്തെടുപ്പാൻ നീ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് തയ്യാറാകണം. സമർപ്പണമില്ലാത്തവന് ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ പദ്ധതികൾക്ക് സമ്പൂർണ്ണ സമർപ്പണമാണ് ആവശ്യം. ഭക്തന്മാരെ എടുത്തു പഠിച്ചു നോക്ക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകങ്ങൾ മാറി തിരിഞ്ഞും പഠിക്കുമ്പോൾ ഏതൊരു ഭക്തനും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? സമ്പൂർണ്ണ സമർപ്പണം. മോശ സമർപ്പിക്കപ്പെട്ടു. എവിടെ വെച്ച? മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകാത്ത അസാധാരണമായ കാഴ്ച കണ്ടപ്പോൾ അവിടെ വെച്ച് സമർപ്പിക്കപ്പെട്ടു. അബ്രഹാം സമർപ്പിക്കപ്പെട്ടു. എവിടെ വെച്ച്? ഒറ്റ വാക്തത്വം കണ്ടപ്പോൾ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ, കടലിലെ മണത്തരികളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ, ഞാൻ നിനക്ക് സന്തതികളെ തരാം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ സമർപ്പിക്കപ്പെട്ടവരുടെ പട്ടിക കൂടുതലാണ്. സമർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം വെളിപ്പെടത്തുള്ളൂ. ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. മനുഷ്യന്റെ മുമ്പിലുള്ള സമർപ്പണം ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നിന്നെ സമ്പൂർണമായിട്ടാണ്. ദൈവം ആരിലും പകുതിയായി പ്രവർത്തിക്കുന്ന ദൈവമല്ല, പകുതിയായി ഉപയോഗിക്കുന്ന ദൈവമല്ല. ദൈവം നിന്നെ മുഴുവനായി ഉപയോഗിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു സമ്പൂർണ്ണ സമർപ്പണം വെളിപ്പെട്ടു വരട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 23 വരെ വായിച്ചേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി നിർമ്മലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലേ. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാകുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ഇന്ന് പകലിൽ ദൈവത്തെ അറിയണമെങ്കിൽ ലോകത്തിന്റെ ജ്ഞാനം എടുത്തു കളഞ്ഞ് ദൈവജ്ഞാനത്തിലേക്ക് വരണം. ദൈവത്തിന്റെ ജ്ഞാനം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ജ്ഞാനമാണ് പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ജ്ഞാനത്തിൽ കഴിയുമോ? ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ ഭൂമി ഇത്ര മനോഹരമായി അലങ്കരിച്ചത്. മനുഷ്യന്റെ സ്ത്രീക്ക് കഴിയുമോ? ഭൂമി ഉരുണ്ടതാണെന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ
മനുഷ്യർ വർഷങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് പഠിച്ച് അവസാനം ബൈബിൾ പറഞ്ഞ സത്യം എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ഒരിക്കലും മനുഷ്യന്റെ ജ്ഞാനം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതല്ല. മാനുഷിക ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ദൈവിക ജ്ഞാനത്തിലേക്ക് വരിക, ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വരുമ്പോഴാണ്. മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണുകൊണ്ട് തീരും. മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോളം മൊത്തം വാരിക്കൂട്ടാൻ കഴിയും. മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ കഴിയും. മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിധിയും പരിമിതികളും ഒക്കെ ഉള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്തിന് അസാധ്യമെന്നൊരു പദമില്ല. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. മോശെ 40 ലക്ഷം ജനം നിൽക്കുകയാ. പുറകോട്ട് പോകാൻ കഴിയില്ല, മുൻപോട്ട് പോകാൻ കഴിയില്ല. എന്തോയി അവിടെയാണ് ദൈവം തന്റെ ജ്ഞാനം വെളിപ്പെടുത്തിയത്. പ്രതിസന്ധികളുടെ നടുവിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ ജനത്തെ വല്ലാതെ ഞെരുക്കിക്കളയുന്ന വൈശാചികളും വെളിപ്പെട്ടപ്പോൾ അതിന്റെ നടുവിൽ വെളിപ്പെട്ട അത്ഭുതത്തിന്റെ പേര ദൈവത്തിന്റെ ജ്ഞാനം. ഇന്ന് മകൻ എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? മനുഷ്യന്റെ ബുദ്ധി വെളിപ്പെട്ടു വരുമോ? മനുഷ്യന്റെ ബുദ്ധി കൂടെ പറയാം. മനുഷ്യന്റെ ബുദ്ധിയാ 40 ലക്ഷം ജനം പറഞ്ഞത്. ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നേ? മരുഭൂമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? അടിമയാണല്ലോ അവിടെ കഴിഞ്ഞേനെ. പറപോലെ ആഹാരം തിന്ന് അവിടെ കഴിഞ്ഞേനെ. നിന്റെ കൂടെ നിന്റെ വാക്ക് കേട്ടനുസരിച്ച് പുറത്തു വന്ന് ഇവിടെ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നയാണോ? ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? ഇതാ മനുഷ്യന്റെ ജ്ഞാനം. മനുഷ്യന്റെ ജ്ഞാനത്തിന് പരാജയം സംഭവിക്കും, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന് പരാജയം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. കണ്ടോ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചാൽ തിരുവചനത്തിൽ തന്നെ പല വിധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമോ? നോ, ഇല്ല. ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യന്റെ ജ്ഞാനവും തമ്മിൽ വളരെ അന്തരമുണ്ട്. മനുഷ്യന്റെ ജ്ഞാനം തോറ്റുപോകുന്ന ഇടങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. മനുഷ്യന്റെ ജ്ഞാനം തോറ്റുപോയ ഇടമാണ് ചെങ്കടലിന്റെ മുൻപിൽ, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം ജയിച്ചു കയറിയ ഇടമാണ് ചെങ്കടലിന്റെ മധ്യേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുമ്പോൾ, മുൻപോട്ട് ഒരടി പോലും വെക്കാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും നാം അന്വേഷിക്കുന്നത് മാനുഷിക ജ്ഞാനമാണ്. ഇന്ന് പകൽ എഴുത്തുകളാ. പ്രതിസന്ധിയുടെ മുമ്പിൽ വെളിപ്പെടേണ്ടത് മാനുഷിക ജ്ഞാനം അല്ല, അവിടെ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. മനുഷ്യന്റെ ജ്ഞാനമാണ് മരുന്ന് കഴിച്ചാൽ സൗഖ്യമാകും എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനമാണ് കാത് വെട്ടി തറയെ കിടത്തിയ ഇട്ടാലും അത് അതുപോലെ എടുത്ത് സൗഖ്യമാക്കി കൊടുക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ജ്ഞാനമാണ് കല്ലറയ്ക്ക് മുമ്പിൽ കല്ലും ഇമ്പീരിയൽ മുദ്രയും കാവൽക്കൂട്ടത്തെ കാവലാക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം സകലത്തെ ഭേദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ജ്ഞാനം അവൻ പുത്രനെ പുറത്തെടുത്തു. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയേണ്ടി വരും ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. അകാല പ്രജ പോലെയുള്ള മനുഷ്യനാണ് ഞാൻ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടിയോ കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ ബുദ്ധി ഭോഷത്വമല്ലേ? ഇത് മനുഷ്യന്റെ മുമ്പിൽ ഭോഷത്വമല്ലേ?
വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്ക്. യോഹന്നാൻ പറയുന്നു, കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിശ്വതനായി ഞാൻ അവരെ കണ്ടു. ആരെ കണ്ടു? ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമായ കർത്താവിനെ കണ്ടുവെന്ന്. അടുത്ത പദം, ഞാൻ അവരെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയി. ഞാൻ അവരെ കണ്ടപ്പോൾ മരിച്ചു പോയെന്നല്ല, മരിച്ചവനെ പോലെ ആയെന്ന. ഇതാണ് കുഞ്ഞെ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് മനുഷ്യരോട് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഉടലോടാണ്, ഉടലോടെ അല്ല, ഒരുത്തം പോയി ഇതാ വരുന്നു. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി, എലിയാവിനെ ദൈവം എടുത്തുകൊണ്ട് പോയി. മാനുഷിക ജ്ഞാനത്തിന് അത് പോഷത്വമാണ്. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനമാണ് പെർഫെക്റ്റ്. പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനത്തിലേക്ക് ഓടിപ്പോകാതെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് മടങ്ങി വരിക അത്ഭുതകരം ദൈവം. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വന്നു, സമർപ്പണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഒരു നാൾ ക്രിസ്തു വിരോധിയായിരുന്നു, അവിടെ നിന്നും കുഞ്ഞാടിനെ പോലെ മടക്കി കൊണ്ടുവന്നു. കണ്ടോ? സ്തോത്രം. അടുത്ത വാക്യം എന്ന് വെച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 33 വരെ 10 വാക്യങ്ങളുണ്ട്. ആ 10 വാക്യങ്ങളിൽ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 33 വരെ പൗലോസ് അനുഭവിച്ച കഷ്ടം എണ്ണി എണ്ണി അവിടെ പറയുക. വായിച്ചേ, 2 കൊരിന്ത്യർ 11, 23 മുതൽ 33 വരെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോട് ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധിക പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ പലവട്ടവും 1 കുറെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലുകൊണ്ടും 3 വട്ടം കപ്പൽ ഛേദത്തിലും അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, നാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ആത്മഭാരം. മതി. 10 വാക്യങ്ങളിൽ വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യമാണ്. 10 വാക്യങ്ങളിൽ പൗലോസ് അനുഭവിച്ച കഷ്ടതയെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇതിലേതെങ്കിലും? ഇതിലെ പകുതിയെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയുന്നു ഞാൻ നല്ല പോർ പൊരുതി എന്ന്. ആ മനുഷ്യൻ പറയുന്നു ഞാൻ ഓട്ടം തികച്ചെന്ന്. ആ മനുഷ്യൻ പറയുന്നു ജീവിക്കുന്ന ക്രിസ്തുവിനെങ്കിൽ മരിക്കുന്ന ലാഭമെന്ന്. ആ മനുഷ്യൻ പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. ഗമാലിയേലിന്റെ കൂടെ നടന്നപ്പോൾ അടി കിട്ടത്തില്ലായിരുന്നു, അത് അടി കൊടുത്താൽ മതിയായിരുന്നു. ആരും ഉപദ്രവിക്കാൻ വരത്തില്ലായിരുന്നു, അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയാൽ മതിയായിരുന്നു. കൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഉപദ്രവം വരികയാണ്. അതിനകത്തൊരു പദം ജാതികളിലെ ആപത്ത്. വിളിച്ച വിളിയേതാ?
ജാതികളുടെ അപ്പോസ്തലനായിട്ട്. വിളിക്കകത്ത് വിളിക്കപ്പെട്ടവരുടെ നടുവിൽ ആപത്തുണ്ടാകും. നീ ആരുടെ ഇടയിലാണോ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുന്ന അവരുടെ ഇടയിൽ അവരാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്. വിളിക്കാത്തവൻ വന്നു കഴിഞ്ഞാൽ ഇട്ടേച്ചു പോകും. വിളിക്കാത്തവൻ വന്നു കഴിഞ്ഞാൽ കാര്യസാരിയോട് തിരിച്ചു പോകും. വിളിക്കാത്തവൻ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയത്തില്ല. അന്നിങ്ങനാണെങ്കിൽ ഇന്ന് മറ്റൊരു തരത്തിൽ ഉപദ്രവമുണ്ട്. അന്നിങ്ങനാണെങ്കിൽ ഇന്ന് മറ്റൊരു തരത്തിൽ പീഡനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഉപദ്രവങ്ങളൊക്കെ അനുഭവിച്ച മനുഷ്യനാണ് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താ? രോഗം മാറാത്ത നമ്മുടെ വിഷയം, തലമുറയില്ലാത്ത നമ്മുടെ വിഷയം, വീടില്ലാത്തത് നമ്മുടെ വിഷയം, വാഹനമില്ലാത്ത നമ്മുടെ വിഷയം. എന്താ നേരിടുന്ന കഷ്ടത? എന്ത് കഷ്ടതയെ നേരിട്ടിട്ടുള്ളത്? പൗലോസ് പറയുന്ന 10 വാക്യങ്ങളിലൂടെ പൗലോസ് പറയുന്ന കഷ്ടത നോക്കണം. അധികം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയതല്ല ഇതാ. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവരാജ്യത്തിനകത്ത് അധികം അധ്വാനിക്കുന്നവന് അധിക ഉപദ്രവം നേരിടേണ്ടി വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മുമ്പേ പറഞ്ഞ വാക്യവുമായി ബന്ധപ്പെടുത്തി പറയാം, ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഭോഷത്വമായിരിക്കുന്ന ലോകത്തിന്റെ ജ്ഞാനം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ പീഡകൾ വർദ്ധിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അധികം അധ്വാനിച്ചവന് അവിടെ ചെല്ലുമ്പോൾ അധികം ഇളച്ചു കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടം സഹിച്ചവരാ, ഏറിയ കഷ്ടം സഹിച്ചു. ഓരോരുത്തരുടെ വിളിയുമായി ബന്ധപ്പെട്ട കഷ്ടതയുള്ളത്. എല്ലാവർക്കും ഒരേ കഷ്ടത വരണമെന്നില്ല, എല്ലാവരും ഒരേ പ്രതിസന്ധിയിലൂടെ പോകണമെന്നില്ല. ഓരോരുത്തരുടെ വിളിയുമായി ബന്ധപ്പെട്ടുള്ള കഷ്ടതകളും വേദനകളും കണ്ണുനീരുകളും ഒക്കെ ഉണ്ടാകും. ഏറിയ കഷ്ടം സഹിച്ച മനുഷ്യൻ. അടുത്ത വാക്യം പെട്ടെന്ന് പോകാം, സമയമില്ല. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 11 വരെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 11 വരെ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണുന്നു. എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ഛേദമെന്ന്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം വന്നപ്പോ എല്ലാം ഛേദമെന്നുണ്ടുക. 2 കൊരിന്ത്യർ ലേഖനത്തിൽ കഷ്ടത പറഞ്ഞു, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോ പറയാം എല്ലാം ഛേദമെന്നുണ്ടുക. പൗലോസ് ഇത്രയും കഷ്ടതയല്ലേ? അതെ. എങ്കിലും പൗലോസ് പറയാം എനിക്കൊന്നും വേണ്ട. ഇന്ന് കഷ്ടതയില്ലാത്തവൻ എല്ലാം വേണമെന്നാ പറയുന്നത്. സ്വതന്ത്രം. വിളിക്കകത്ത് കഷ്ടത ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. സുവിശേഷത്തിനകത്ത് സമൃദ്ധി മാത്രമുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ വിളിക്കകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. വിളിക്കകത്ത് ഏറിയ കഷ്ടത പൗലോസിനുണ്ടായി. ഭൗതികമായി തനിക്ക് ലാഭമായിരുന്നതൊക്കെയും വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. സകലതും ത്യജിച്ച ഒരു ത്യാഗിയാണ് പൗലോസ്. ക്രിസ്തുവിന്റെ വേല നിമിത്തം, ശുശ്രൂഷ നിമിത്തം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഭക്തൻ. സ്തോത്രം.
ഇവിടെ നിന്നാൽ സമയം പോകുന്നുണ്ട്, മുമ്പോട്ട് പോകാം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 27-28 വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 27-28 വാക്യം. എല്ലാവരും അവനെ പേടിച്ച് ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവരോട് സംസാരിച്ചതും ദമസ്കോസിൽ അവർ യേശുവിന്റെ നാമത്തെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിളിച്ചു പറഞ്ഞു. മതി. ആദ്യത്തെ പദം എല്ലാവരും അവനെ ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാരണമുണ്ട്. ക്രിസ്ത്യാനിയും മൊത്തവും ശരിയാക്കിയവനാണ്. എല്ലാ ഉപദേശിമാരെയും അടിച്ചവനാണ്. സഭകൾ പൊട്ടിച്ചവനാണ്. പേടിക്കാതിരിക്കുമോ? പക്ഷെ എല്ലാവരും പേടിച്ചപ്പോ ബർന്നബാസ് ചേർത്ത് പിടിച്ചു. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുപോവാ. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ശൗല് പറയുക, തനിക്ക് വെളിപ്പെട്ട ദൈവത്തിന്റെ കരത്തെ കുറിച്ച് അവിടെ വിവരിക്കുക. പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. സ്തോത്രം. വെളിപ്പെട്ട് കിട്ടിയതിനകത്ത് ലജ്ജിച്ചവനല്ല. പലർക്കും വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ആരോടും പറയാതെ മൂടി വെക്കുകയാണ്. പുറത്തു പറയാൻ ലജ്ജിക്കുകയാണ്. പുറത്തു പറയാൻ ലജ്ജിക്കുന്ന, നാണിക്കുന്ന, ഗമാലിയേലിന്റെ വാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ പ്രാഗൽഭ്യത്തോടെ പറയുക, ദൈവം എന്നെ തൊട്ടെന്ന്. എന്റെ കണ്ണിന്റെ കാഴ്ച പോയി അനന്യാസ് എന്ന ദൈവം ശരിക്കും വേണ്ടി പ്രാർത്ഥിച്ചത്, ഞാൻ പരിശുദ്ധാത്മ പൂർണ്ണനായെന്ന്. ഹല്ലേലൂയ. അപ്പം പലരും രഹസ്യമായിട്ട് കർത്താവിനെ അറിഞ്ഞിട്ട് ലജ്ജിക്കുന്നു. പലരും രഹസ്യമായി സ്നാനപ്പെട്ടിട്ട് ലജ്ജിക്കുന്നു. പുറത്തു പറയാം. എന്തിന് ലജ്ജിക്കുന്നു? പുസ്തകത്തിനകത്തെ പ്രമാണം പ്രാഗൽഭ്യത്തോടെ പറയണമെന്നേ. പുസ്തകത്തിൽ അത് കളത്തലുണ്ടോ? പിന്നെന്തിനാ ലജ്ജിക്കുന്നേ? ലജ്ജിച്ച ഒരു നാൾ ദൈവം നിന്നെ കുറിച്ച് ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചവനാ പൗലോസ്. പ്രസംഗിക്കുക മാത്രമല്ല, അനേകം സഭകൾക്ക് രൂപം കൊടുത്തവൻ, അനേകം സഭകൾ ഉടലെടുപ്പിച്ചവൻ. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. 2 തിമോഥെയോസ് 4:6 പാനീയാഗമായി ഞാൻ ഒഴിക്കപ്പെട്ടു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. രക്തസാക്ഷിയായി തീർന്നവൻ. സ്തോത്രം. രക്തസാക്ഷിത്വം കൂടെ പറഞ്ഞു നിർത്താൻ പോകുകയാണ്. എങ്ങനെയാ രക്തസാക്ഷി ആയത്? ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം. അനന്യാസിനോട് പറഞ്ഞൊരു ദൂത്, ഇപ്പോഴവൻ എന്റെ പേരിൽ എന്റെ ആളുകളെ കൊല്ലുന്നു, പക്ഷെ നാളെ എനിക്ക് വേണ്ടി അവൻ രക്തസാക്ഷിയാക്കപ്പെടും. ശൗല് വരുന്നതിന് മുമ്പ് രക്തസാക്ഷിയായ, പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചതാ. അഭിഷേകമുള്ളവന്റെ വസ്ത്രം സൂക്ഷിച്ചാൽ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. സ്തോത്രം. അപ്പോഴേ ദൈവം നിന്നെ നോക്കിയതാ. പൗലോസിന്റെ കാരാഗൃഹത്തിനകത്ത് തലങ്ങൾ ഇട്ടിരിക്കുന്നു. അന്ന് ഇമെയിലോ വാട്സാപ്പോ ഒന്നുമില്ല. 1 മിനിറ്റിനകത്ത് ഏത് രാജ്യത്തിലിരിക്കുന്ന വ്യക്തിക്കും മെസ്സേജ് വിടാൻ അന്നൊരു ഉപകരണങ്ങളുമില്ല, കത്തുകൾ മാത്രം. തൻ കത്തെഴുതി തന്നെ തിമോഥെയോസിന് വിട്ടു. എന്താ വിട്ടത്? ചർമ്മലിഖിതവും പുതപ്പുകളും കൊണ്ടുവരിക. സ്തോത്രം. പൗലോസിൻ കത്തെഴുതി വിട്ടു. പൗലോസിനെ കൊല്ലുവാനുള്ള ദിവസം എടുത്തു. ഒരു കൽക്കുറ്റിയോട് ചേർത്ത് പിടിച്ച് കഴുത്തം കൊട്ട് വെച്ച് ആരാച്ചാർ തന്റെ പടവാൾ കയറിയിറക്കി. ചരിത്രം പറയുന്നത് ആ തല 3 തെറിച്ചുരുണ്ടു എന്നാണ്. ഇന്ന് പൗലോസിനെ കൊന്നെങ്കിൽ നാളെ
തിമത്തിയോസ് ചർമ്മലിഖിതവും പുതപ്പുമായി പൗലോസിന്റെ അടുക്കലെത്തുകയാണ്. അവിടെ വന്ന് അന്വേഷിക്കുന്നു. പൗലോസ്, പടയാളികൾ പറഞ്ഞു, നീയായിരുന്ന പൗലോസ്? അതെ, ഞാനാണ്. പൗലോസിനെ അന്വേഷിച്ചു വന്നത് തിമത്തിയോസ്, നീയായിരുന്നോ? അതെ, ഞാനാ തിമത്തിയോസ്. അവര് പറഞ്ഞു, ആണ്, നിന്നെ കുറിച്ച് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിമത്തിയോസെ തെറ്റുപറ്റിപ്പോയി. ഇന്നലെ ഈ സമയത്ത് പൗലോസ് തന്റെ ഓട്ടം പൂർത്തീകരിച്ചു. ചരിത്രം പറയുന്നത് ആ പുതപ്പും ചർമ്മലിഖിതങ്ങളും കൂടെ താഴെയിട്ടേച്ച് വാവിട്ട് തിമത്തിയോസ് അലറിക്കരഞ്ഞു. ഒറ്റ ദിവസം രക്തസാക്ഷിത്വം വരിച്ച ക്രിസ്തു ഭക്തൻ, അനുകരിക്കാൻ കൊള്ളാവുന്ന ക്രിസ്തു ഭക്തൻ, ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചിലത് മാത്രമല്ല, ജീവിതത്തിലെ സകലതും അതുപോലെ പകർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പോസ്തലൻ, എളിമയുടെ പ്രതീകം, ആരെയും ബുദ്ധിമുട്ടിക്കാത്തവൻ, തന്നാലാകുവോളം ദൈവരാജ്യത്തിനു വേണ്ടി പോരടിച്ചവൻ, തടവിലാകുമ്പോൾ സുവിശേഷം പറയാൻ പരിമിതികളും ഉണ്ടപ്പോൾ അവിടെയും താൻ റെസ്റ്റ് എടുത്തില്ല. അവിടെയും എഴുതി. മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പേ താൻ എഴുതിയ തന്റെ പദം, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. പൗലോസേ, എന്താ വെളിപ്പാട്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമല്ലോ എന്ന, ഉത്തമമെന്നല്ല, അത്യുത്തമമല്ലോ എന്ന. എങ്കിലിപ്പോൾ സാധിക്കുന്നില്ല. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ക്രിസ്തുവിന്റെ തേജസ് കണ്ടവൻ, ശിഷ്യന്മാരുമായി ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ചവൻ, സകലതും തള്ളിക്കറിഞ്ഞപ്പോൾ ബർന്നബാസ് ചേർത്ത് പിടിച്ച അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആമൻ തനിക്കിലുണ്ടായ അനുഭവത്തെ പങ്കുവച്ചവൻ, ജാതികളുടെ അപ്പോസ്തലനായവൻ, എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നവൻ. യെസ്, ആ പദമാ പൗലോസിന് ചേർന്നത്. എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നവൻ, എല്ലാ സഭകൾക്കും വേണ്ടി എല്ലാമായി തീർന്നവൻ, എല്ലാ ജനത്തിനും വേണ്ടി എല്ലാമായി തീർന്നവൻ, നല്ലൊരു ക്രിസ്തു ഭക്തൻ. എല്ലാ കണ്ണുകളും അടഞ്ഞ്